ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഓരോരുത്തർക്കും എങ്ങനെയാണ് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നത്? ഈ ഒരു റെസ്പോൺസിന് പിന്നിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? എന്റെ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ്, ബിഹേവിയർ ഇവ തമ്മിലുള്ള ഒരു ഇന്റർ കണക്ഷൻസ് എന്താണ് എന്ന് നോക്കാം. എന്റെ ഇമോഷൻസിനെ മാനേജ് ചെയ്തുകൊണ്ട് എന്റെ ബിഹേവിയറിനെ എനിക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം, എന്റെ ഫീലിങ്സിനെ എനിക്ക് എങ്ങനെ മാനേജ് ചെയ്യാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു സിറ്റുവേഷൻ നോക്കാം. ഒരു ദിവസം എല്ലാവരും ഓഫീസിൽ വന്ന സമയത്ത് മാനേജർ നല്ല ചൂടിലാണ്, എല്ലാവരെയും ഫയർ ചെയ്യാം. വരുന്നവരെ എല്ലാ പൊസിഷനിൽ ഇരിക്കുന്നവർക്കും നല്ല ചീത്ത കേൾക്കുന്നുണ്ട്. അതില് ചിലര് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഒരാൾ പുതുതായിട്ട് ജോയിൻ ചെയ്തതാ. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ആകെ പേടിച്ച് ഭയങ്കര ബേജാറായി പോയി. മൂപ്പര് ഇന്നലെ എന്നെ ചെയ്യാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ വൃത്തിയിൽ ചെയ്തതാ, പക്ഷെ ഭയങ്കരമായിട്ട് ഇന്നിങ്ങനെ ബോസ് ഫയർ ചെയ്യുന്നത് കേട്ടപ്പോൾ അവനാകെ പേടിച്ചു പോയി. മറ്റൊരാൾക്ക് സങ്കടം വന്നു, എത്ര കഷ്ടപ്പെട്ട ഈ വർക്കല്ലേ ചെയ്തിട്ടുള്ളത്, ഇപ്പൊ അതിനൊരു വിലയില്ലാതായി പോയല്ലോ. വേറെ ഒരാൾക്ക് ഭയങ്കര ദേഷ്യം. പിന്നെ മാനേജറാന്ന് വിചാരിച്ച് എപ്പോഴും നമ്മൾ മേലേക്ക് ഇങ്ങനെ തട്ടിക്കയറാൻ പറ്റുമോ? ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പൊ അന്നേരം അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല, എന്നാൽ തിരിച്ചങ്ങട്ടും ഇനി ജോലി പോവുകയാണെങ്കിൽ പോവട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചങ്ങട്ടും നന്നായിട്ട് ഫയർ ചെയ്തു. വേറൊരാളാകെ നിരാശപ്പെട്ടിരുന്നു. ഈ കൂട്ടത്തില് ഒരാളെ സംബന്ധിച്ചിടത്തോളം മൂപ്പർക്ക് ഒരു കുഴപ്പമില്ല. മൂപ്പരും ഇതെല്ലാവരെ പോലെ മൂപ്പരെ നല്ല ചീത്ത പറയുന്നുണ്ട്, തലേ ദിവസം ചെയ്ത വർക്കൊക്കെ രണ്ടാമത് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. മൂപ്പര് കൂളായിട്ട് അതെല്ലാം കേട്ട് നിൽക്കുക, പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ല. ഓക്കെ, ഇന്നലെ ചെയ്തത് ശരിയായിട്ടില്ലെങ്കിൽ ഇന്ന് ഒന്നുകൂടെ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, മൂപ്പര് സമാധാനത്തോടു കൂടി ഇതെല്ലാം കേട്ട് നിൽക്കുക. ഇവിടെ സെയിം സിറ്റുവേഷൻ ആണ്. ഈ സെയിം സിറ്റുവേഷനോട് ഓരോരുത്തരും വളരെ ഡിഫറെന്റ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഒരാൾ ദേഷ്യത്തോടു കൂടി, ഒരാൾ സങ്കടത്തോടു കൂടി, ഒരാൾ നിരാശയോടു കൂടി, എന്നാൽ ഒരാൾ വളരെ കാമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഓരോരുത്തർക്കും എങ്ങനെയാണ് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നത്? ഈ ഒരു റെസ്പോൺസിന് പിന്നിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? എന്താണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒരു സെയിം സിറ്റുവേഷൻ ആണ്, അവിടെ ഓരോരുത്തരും ഡിഫറെന്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ എന്റെ റെസ്പോൺസിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഇൻഫർമേഷൻ, പുറത്തു നിന്ന് ഇൻഫർമേഷൻ പോകുന്നത് 5 വഴികളിലൂടെയാണ് അല്ലെ. നമ്മുടെ 5 സെൻസ് ഓർഗൻസിലൂടെ മാത്രമാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇൻഫർമേഷൻ എത്തുന്നത്. അത് നമ്മൾ കാഴ്ചയിലൂടെ, നമ്മുടെ കേൾവിയിലൂടെ, നമ്മുടെ ബോഡി ഫീൽ ചെയ്യുന്നതിലൂടെ, അതുപോലെ സ്മെല്ല്, നമ്മൾ ഓരോന്നും സ്മെൽ ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു, ടേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ വായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ടേസ്റ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിന് സൈക്കോളജിയിൽ വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്, ഓൾഫാക്ടറി, ഗസ്റ്റേറ്ററി എന്ന് പറയും. അതിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്തിട്ട് വാക്കോഗ് എന്ന് പറയുന്നു. വാക്കോഗ് എന്ന് പറഞ്ഞാൽ വിഷ്വൽ, നമ്മളുടെ കാഴ്ചയാണ് പറയുന്നത്. ഓഡിറ്ററി, ഹിയറിംഗ്, കേൾവി. കിനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ ബോഡിയിൽ ഫീൽ ചെയ്യുന്നതിന്, ഏത് അനുഭവമാണെങ്കിലും അതിന് നമുക്ക് ബോഡിയിൽ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ സെൻസ് ഓഫ് സ്മെൽ, നമ്മൾ സ്മെൽ ചെയ്യുന്നതിന്. ഗസ്റ്റേറ്ററി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടേസ്റ്റ്. ഈ 5 ഓർഗൻസിലൂടെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇൻഫർമേഷൻ എത്തുന്നത്. എക്സാമ്പിളായിട്ട് ഇപ്പോ മോൻ എന്നോട് പറഞ്ഞു, അവിടെ ഇരിക്കുന്ന പുസ്തകം വായിച്ചു അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുന്ന മോൻ എന്നോട് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞു. ആ ഇൻഫർമേഷൻ എൻ്റെ ഉള്ളിലെത്തി, ഞാൻ അത് കേട്ടു, എൻ്റെ ഉള്ളിലെത്തി, അത് ഉള്ളിൽ പ്രോസസ്സ് ചെയ്തു. ആ ഇൻഫർമേഷൻ ഞാനത് മനസ്സിലാക്കി, കാര്യം ഞാൻ മനസ്സിലാക്കി, ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുന്നു. ഞാൻ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. എനിക്ക് പല രീതിയിലും റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ എന്തോ ജോലി ചെയ്യുകയാണ്, അതിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കൊണ്ടുപോയി കൊടുക്കുക. എന്താ, അവിടുന്ന് എണീറ്റ് പോയി അങ്ങെടുത്ത് കുടിച്ചൂടെ? ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യൂല, അങ്ങനെയും റെസ്പോണ്ട് ചെയ്യാം. വേണമെങ്കിൽ പോയി എടുത്തോ, റെസ്പോണ്ട് ചെയ്യാം. എങ്ങനെയും എനിക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാം. അപ്പൊ ഇത് കേട്ടു, ഇപ്പുറത്ത് ഞാൻ എന്തോ ഒന്ന് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു സമയം, അത് വിത്തിൻ മൈക്രോ സെക്കൻഡ്സ് ആണ് അല്ലെ. ഒരു ഗ്ലാസ് വെള്ളം എന്ന് അവിടുന്ന് പറയുമ്പോഴേക്കും ഇവിടുന്ന് മറുപടി വന്നിട്ടുണ്ടാവും. എന്താ ഒറ്റയ്ക്ക് എടുത്ത് പോയി കുടിച്ചൂടെ? നിനക്കെന്താ കാലില്ലേ? നിനക്കെന്താ കൈയില്ലേ? ഇതൊക്കെ വരും. അത് അവിടെ ഒരു ടൈം ഇല്ല അതിൻ്റെ ഇടയിൽ. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനും അതിനോട് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതിനും ഇടയിലുള്ള വിത്തിൻ മൈക്രോ സെക്കൻഡ്സ് എൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. പുറത്തു നിന്ന് ഏതെങ്കിലും ഒരു സെൻസ് ഓർഗൻ വഴി എൻ്റെ ഉള്ളിലേക്ക് ഒരു ഇൻഫർമേഷൻ എത്തുന്നു. ഇതെത്തി അത് എൻ്റെ ബ്രെയിനിൽ പോയി അത് പ്രോസസ്സ് ചെയ്യാണ്. അവിടെ ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നടക്കും. ആദ്യം ഓൾറെഡി പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അവിടെ ഉണ്ട്. എൻ്റെ ഇത്രയും കാലത്ത് ജീവിതാനുഭവങ്ങളിലൂടെ എന്നിലുണ്ടായ ഒരു ബിലീഫ് സിസ്റ്റം, എനിക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്, എൻ്റെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്, ഒരുപാട് സ്റ്റോറീസ് ഉണ്ടാവും. അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് ഉണ്ടാവും. അതുപോലെ വാല്യൂസ്, എൻ്റെ കൾച്ചറിൽ നിന്നും ഞാൻ പഠിച്ച ഞാൻ ശരിയാണെന്ന് വിചാരിക്കുന്ന പല വാല്യൂസ് ഉണ്ടാവും. മെറ്റാ പ്രോഗ്രാംസ് ഉണ്ടാവും. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ കൾച്ചറിൽ നിന്ന് പ്രത്യേകമായിട്ട് എനിക്ക് കിട്ടിയ പല രീതികളുണ്ടാകും. അതുപോലെ ലാംഗ്വേജ്, ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എൻ്റെതായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ടാകും. ഇങ്ങനെ ഈ ഫിൽറ്റേഴ്സിലൂടെ ആ ഒരു ഇൻഫർമേഷൻ കടന്നു പോവാണ്. എനിക്കൊരു ഗ്ലാസ് വെള്ളം, മോൻ TV
കുട്ടി ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഉമ്മയോട് ചോദിക്കുന്നു, എനിക്കൊരു ഗ്ലാസ് വെള്ളം എന്ന് ചോദിക്കുന്നു. ഇത് ആ ഉമ്മയുടെ അല്ലെങ്കിൽ എന്റെ ഫിൽറ്റേഴ്സിലൂടെ ഈ ഒരു ഫിൽറ്ററിംഗ് ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് നടക്കുന്നത് ഡിലീഷൻ, ഡിസ്റ്റോഷൻ അല്ലെങ്കിൽ ജനറലൈസേഷൻ എന്ന് പറഞ്ഞ് ഒരു 3 പ്രോസസ്സും കൂടി അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് എപ്പോഴും ഒത്തിരി ഇൻഫർമേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് കുറെ അങ്ങ് ഡിലീറ്റ് ചെയ്തു പോകും. അതെന്തെടുക്കൂല, ബ്രെയിൻ അതെടുക്കൂല, അത് കുറെ അങ്ങ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്തു പോകും. രണ്ടാമത്തത് ഡിസ്റ്റോർഷൻ. ഈ സംഭവത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റായ രീതിയിൽ മനസ്സിലാക്കും. പലപ്പോഴും ഒരാളൊരു കാര്യം പറയുന്നു, ഞാനത് തീർത്തും വ്യത്യസ്തമായ ഒരു രീതിയിൽ അത് മനസ്സിലാക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ എന്റെ മുമ്പിലുള്ള നിങ്ങളോട് പറയാണ്, ഹായ് ഷെറിൻ, ഇന്ന് നല്ല ഭംഗിയുള്ള ഷോളാണല്ലോ, എന്ത് രസാ കാണാൻ, എനിക്ക് ഇഷ്ടമായിട്ടോ എന്നൊക്കെ ഞാൻ പറയാണ്. അപ്പൊ ആക്ച്വലി എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഷെറിന് ഒരു വശം എന്ത് ചെയ്യാം, ഓക്കെ രസമുണ്ടല്ലേ, താങ്ക്സ്, നല്ല നല്ല ഷോളാണ്, ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ചിന്തിക്കാം. അതല്ലെങ്കിൽ എന്താ ഇവർ എന്നൊന്ന് വെച്ചതാണോ, ഇത് എന്റെ ഒരു പഴയ ഷോളാണല്ലോ, എനിക്കാണെങ്കിൽ ഇത് ഒട്ടും ഇഷ്ടമില്ല, എനിക്ക് തീരെ ഭംഗി തോന്നാത്തൊരു ഷോളാണ്, ഇപ്പൊ ഇത് എന്തെന്നെ ഞാനാണെങ്കിൽ ഒരിക്കലും ഇടാതെ ഒരുപാട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നിപ്പോ ഈ ഷോൾ എടുത്തിടുന്നത്, അപ്പൊ എന്നോട് ഇപ്പൊ ഇത് ഭയങ്കര ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോ എന്നൊന്ന് വെച്ചതാണോ എന്നും ചിന്തിക്കാം, അല്ലെ? അപ്പൊ ഇവിടെ ആക്ച്വലി എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്, അത് നല്ല ഭംഗിയുണ്ട്, അതിന്റെ ആ കളറും ആ ഷോളിന്റെ പ്രിന്റുകളിൽ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് അവിടെ മനസ്സിലാക്കിയത് തെറ്റായ രീതിയിലാണ് അത് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ മനസ്സിലാക്കൽ എന്താണ്, അവരുടെ ഫിൽറ്റേഴ്സിലൂടെ പോയി എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അറിവുകൾ, എക്സ്പീരിയൻസുകളൊക്കെ എന്താണ്, അതിനനുസരിച്ചിട്ടാണ് ആ ഡിസ്റ്റോർഷൻ അവിടെ നടന്നിട്ടുണ്ടാവുക. അടുത്തത് ജനറലൈസേഷൻ നടക്കും. ചില സമയത്ത് ഡിസ്റ്റോർഷൻ നടക്കാം, ചില സമയത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാം. ചിലപ്പോൾ ഡിസ്റ്റോർഷൻ നടക്കും, ചിലപ്പോൾ ജനറലൈസേഷൻ നടക്കും. ജനറലൈസേഷൻ നടക്കാന്ന് പറഞ്ഞാൽ ഒരു തവണ നമുക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചൊരു പോസിറ്റീവ് എക്സ്പീരിയൻസോ നെഗറ്റീവ് എക്സ്പീരിയൻസോ ഉണ്ടെങ്കിൽ പിന്നീട് ആ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ അതേപോലെ തന്നെ നമ്മളിപ്പോ എവിടെന്നെങ്കിലും ഒരു തവണ നമ്മളിങ്ങനെ പുറത്ത് നടന്നു പോകുമ്പോൾ ഒരു പട്ടി നമ്മുടെ പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ പിന്നീട് എപ്പം എവിടെ വെച്ചിട്ട് ഒരു പട്ടിയെ കണ്ടു കഴിഞ്ഞാലും ആ ഒരു പേടി, ഏത് നായകളും ഇങ്ങനെ തന്നെ ആവും എന്ന രീതിയിലുള്ള ഒരു പേടി നമ്മുടെ ഉള്ളിൽ കടന്നുകൂടും. അപ്പൊ ഒരു എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് ഒരു തവണ ഉണ്ടാകുന്ന അല്ലെങ്കിൽ 1-2 തവണ നമുക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് നമ്മൾ പിന്നെ അതേ സിറ്റുവേഷനിൽ വരുന്ന കാര്യങ്ങളൊക്കെ അതിലേക്ക് ജനറലൈസ് ചെയ്യും. ഇങ്ങനെ ഡിലീഷനും ഡിസ്റ്റോർഷനും ജനറലൈസേഷനും ഒക്കെ കഴിഞ്ഞ് എൻ്റെ ഉള്ളിൽ ഒരു ഇമേജ്, ഒരു പിക്ചർ തെളിയും. ഇതിന് നമ്മൾ ഇന്റേണൽ റെപ്രസെന്റേഷൻ എന്ന് പറയും. എൻ്റെ ഉള്ളിൽ ആ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ കുറിച്ച് എൻ്റെ ഉള്ളിൽ ഒരു പിക്ചർ ഉണ്ടാകും, ഒരു ഇമേജ് ഉണ്ടാകും. കുട്ടി വെള്ളം ചോദിച്ചു, അതാണല്ലോ ഇപ്പൊ നമ്മുടെ സിറ്റുവേഷൻ. എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇമേജ്, ടി വി കണ്ട് അങ്ങനെ ഇരിക്കും, എന്നിട്ട് ഇങ്ങനെ വെള്ളം ചോദിക്കും, ഒരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്യൂല. ഇതാണ് ഒരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാത്ത, ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാത്ത കുട്ടി. ഇതാണ് എൻ്റെ ഉള്ളിൽ വന്ന ഇന്റേണൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുണ്ടായ ഇമേജ്. എൻ്റെ ഫിൽറ്റേഴ്സിലൂടെ, എൻ്റെ ഉള്ളിലൂടെ, ആ ഒരു എൻ്റെ പ്രോഗ്രാംസിലൂടെ കടന്നു വന്ന് എൻ്റെ ഉള്ളിലുണ്ടായ ഒരു റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഒരു പിക്ചർ, ഇമേജ് എന്താണ്, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത കുട്ടി എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു ഇമോഷൻ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെ? ഒരു ഇമോഷൻ ഉണ്ടാകും. എന്തായിരിക്കും ഈ ഒരു ഇമേജിന്, മെന്റൽ ഇമേജിന് എന്ത് ഇമോഷൻ ആയിരിക്കും വരിക? ദേഷ്യം വരും, സ്വാഭാവികമായിട്ടും ദേഷ്യം വരും, ഇറിറ്റേഷൻ ഉണ്ടാകും. ആ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഈ ഇമോഷൻ, നമ്മുടെ അമിഗ്ഡാലയിൽ ഒരു മെസ്സേജ് എത്തിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ ആണ്, അല്ലെ? അമിഗ്ഡാല എന്ന് പറയുന്നത് ഇമോഷൻ ഏറ്റവും കൂടുതലായിട്ട് ആ സമയത്ത് ആക്ടിവേറ്റ് ആവുന്ന ഒരു ഏരിയയാണ് ബ്രെയിനിൽ. അപ്പൊ അവിടെ ആക്ടിവേറ്റ് ആയി നമ്മുടെ ബ്രെയിനിൽ ഒരു ബ്രെയിൻ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ എനിക്ക് വന്നത് എന്താണ്, ദേഷ്യം. ആ ദേഷ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ബ്രെയിൻ കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. അതിലൂടെ എൻ്റെ ബോഡിയിലേക്ക് മെസ്സേജ് പോകും. ആ മെസ്സേജിനനുസരിച്ചിട്ടാണ് ഞാൻ പിന്നെ റെസ്പോണ്ട് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ആയിരിക്കും റെസ്പോണ്ട് ചെയ്യുക? എന്താ, ഒറ്റക്കട് പോയി എടുത്തൂടെ? നിനക്കെന്താ കയ്യില്ലേ? ആ ടി വി ഓഫ് ആക്കിയിട്ട് പോയിട്ട് എടുത്ത വെള്ളം കൊടുത്ത് കുടിച്ചാ ഞാൻ എടുത്തരൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കാം റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഇനി മറ്റൊരു IR നോക്കാം നമുക്ക്. കുട്ടി വെള്ളം ചോദിച്ചു, ടി വി കാണുകയെന്ന് ശരിയാണ്, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിൽ പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും തോന്നിയില്ല. ഓക്കെ, വെള്ളമല്ലേ, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുന്നതിനിപ്പോ എന്താ, ഒരു കുഴപ്പമില്ല. അതേപോലെ എൻ്റെ ഉള്ളിൽ എന്തില്ല, ഈ കുട്ടിയെ കുറിച്ച് അവൻ ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള കുട്ടിയാണ്, ഒരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്യൂല എന്നുള്ള ധാരണ ഒന്നും എൻ്റെ ഉള്ളിലില്ല. അപ്പൊ എന്താണ്, ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു, ഓക്കെ. അപ്പൊ എൻ്റെ ഉള്ളിൽ വരുന്ന ഇമേജ്, ഓക്കെ വെള്ളം ചോദിച്ചു, ഞാൻ വെള്ളം എടുത്ത് കൊടുക്കാം. കുട്ടീനെ കുറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നും തന്നെ എൻ്റെ ഉള്ളിലില്ല. സോ ഞാൻ എന്ത് ചെയ്യും, എന്നിലുള്ള ഇമോഷൻ, അപ്പം പ്രത്യേകിച്ച് എനിക്ക് ആ ഒരു കാംനെസ്സോ എൻ്റെ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിനെ ഇത് ബ്രേക്ക് ചെയ്യുന്ന ഒന്നും തന്നെ അപ്പോൾ ഉണ്ടാവില്ല.
ഞാൻ കാമായിരിക്കും, റിലാക്സ്ഡ് ആയിരിക്കും, അതിനനുസരിച്ചിട്ടുള്ള ബ്രെയിൻ കെമിക്കൽ വരും, അതിനനുസരിച്ച് എന്റെ ബോഡിയിലേക്ക് മെസ്സേജ് പോകും. ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, വെള്ളം തരാന്ന് പറഞ്ഞിട്ട് പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കും. ഇത്രയാണ് സംഭവിക്കുക, അല്ലെ? അപ്പൊ ഇവിടെ പുറത്തുനിന്നൊരു ഇൻഫർമേഷൻ വന്നു, അതിന് രണ്ട് രീതിയിലും എനിക്ക് റെസ്പോണ്ട് ചെയ്യാം. അപ്പൊ എന്റെ റെസ്പോൺസിനെ നിശ്ചയിക്കുന്നത് എന്റെ ഉള്ളിലുള്ള ഫിൽറ്റേഴ്സ് ആണ്. എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്? നമ്മുടെ ഫിൽറ്റേഴ്സിലാണ്. അപ്പൊ ചോദിക്കും, കുട്ടി റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആളാണെങ്കിലോ? ഇനി റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിലും എന്റെ ഉള്ളിൽ ആ സമയത്ത് വരുന്ന തോട്ട്സ് എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യം ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഒരു ഓക്കെ, അവന് റെസ്പോൺസിബിലിറ്റി ഇല്ല, ഞാനതിനെ ഉണ്ടാക്കി കൊണ്ടുവരണം, ഞാനത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളമല്ലേ ചോദിച്ചത്, അത് എടുത്ത് കൊടുക്കാം. ആ രീതിയിൽ എനിക്ക് ചെയ്യാം. അതല്ല, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിക്കൊണ്ട് വളരെ പോസിറ്റീവായിട്ട് കുട്ടിയോട് സംസാരിക്കാം. മോനൊരു ഗ്ലാസ് വെള്ളമല്ലേ വേണ്ടത്, ഉമ്മ ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യല്ലേ, മോനെടുത്തിട്ട് കുടിച്ചൂടെ, മോനെടുത്തിട്ട് കുടിക്കേ എന്നൊക്കെ പറയാം. അപ്പൊ ഒരുപക്ഷെ കുട്ടി ഓക്കെ, ഉമ്മ വർക്ക് ചെയ്യാണല്ലേ, എന്നാ ഞാൻ എടുത്ത് കുടിച്ചോളാം എന്ന് പറഞ്ഞ് എടുത്ത് കുടിക്കാം. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയിൽ അതിൽ നിന്നും, അതല്ലെങ്കിൽ നമ്മുടെ ഒരാളുടെ റെസ്പോൺസിൽ നിന്ന് മറ്റൊരാളുടെ റെസ്പോൺസിലേക്ക് ഇങ്ങനെ അതൊരു ചെയിൻ റിയാക്ഷൻ ആയിട്ട് പോകും. അത് നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ പഠിക്കുമ്പോൾ ഇൻഷാല്ലാ അവിടെ എത്തിയിട്ട് പഠിക്കാം. ഇവിടെ എനിക്ക് എന്റെ ബിഹേവിയറിൽ ചേഞ്ച് ചെയ്യാൻ ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്? പുറത്തുനിന്ന് വരുന്ന ഇൻഫർമേഷൻ എനിക്ക് കൺട്രോൾ ഇല്ല, അതെന്റെ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. പിന്നെ എന്നിൽ ഒരു ഒരു മെന്റൽ ഇമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ച് ഒരു ഇമോഷൻ വരും. ആ ഇമോഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഫാസ്റ്റ് ആണ്. അപ്പോഴും എന്റെ കൺട്രോൾ വളരെ കുറവാണ്. അപ്പൊ എനിക്ക് വർക്ക് ചെയ്യാൻ എവിടെയാണ്? എന്റെ ഫിൽറ്റേഴ്സിലാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഫിൽറ്റേഴ്സ് ക്ലിയർ ചെയ്യുക? ഫിൽറ്റേഴ്സ് ക്ലിയർ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഇൻഫർമേഷൻ, നമുക്ക് പുതുതായിട്ട് കിട്ടുന്ന ഒരുപാട് അറിവുകളിലൂടെ നമ്മുടെ ഫിൽറ്റേഴ്സ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഉള്ള റെസ്പോൺസ് സിസ്റ്റം എന്താണ് എന്ന് മനസ്സിലാക്കി അത് വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ എന്നെയോ മറ്റുള്ളവരെയൊക്കെ ഹർട്ട് ചെയ്യുന്ന രീതിയിലുള്ള റെസ്പോൺസ് ആണ്, എന്റെ ബിഹേവിയർ ആണ് എൻ്റെ അടുത്തുള്ളതെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അതിന് പകരം എന്താണ് വേണ്ടത് എന്ന് നമുക്ക് പുതിയതായി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനും ബ്രീത്തിങ് എക്സസൈസും അതുപോലെയുള്ള എക്സസൈസുകളെല്ലാം ഈ മൊത്തത്തിൽ ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ നമ്മെ ഹെൽപ്പ് ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കിയേ. ഒരു സൗണ്ട് കേട്ടു, അത് ഒരാൾ മനസ്സിലാക്കിയത് അത് കള്ളനായിരിക്കും. എങ്ങനെയായിരിക്കും അയാളുടെ റെസ്പോൺസ്? പേടി, ആകപ്പാട് ഒച്ചപ്പാടും ബഹളവും എല്ലാം ഉണ്ടാക്കും. രാത്രി ഉറങ്ങുന്ന എല്ലാവരെയും വിളിച്ചോണ്ട് വീട്ടിലെ ലൈറ്റ് മുഴുവൻ ഇടും. വേറൊരാള് അതൊരു പൂച്ചയായിരിക്കാം എന്നാണ് മനസ്സിൽ വന്ന തോട്ട്. എന്ത് ചെയ്യും? മെല്ലെ പോയി നോക്കും, അത് പൂച്ച തന്നെ ആയിരിക്കാം ആക്ച്വലി വന്നിട്ടുണ്ടാവുക. ഒന്ന് നോക്കി മറ്റുള്ളവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ വളരെ കാമായിട്ട്. അപ്പൊ ഇനി അടുത്ത ചോദ്യം, അത് കള്ളൻ തന്നെ ആണെങ്കിലോ? കള്ളൻ തന്നെ ആണെങ്കിൽ ഇവിടെ പൂച്ചയാണെന്ന് പറഞ്ഞാൽ നിസ്സാരമാക്കി പോകുന്നില്ല, പകരം ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുന്നുണ്ട് എന്താണ് സൗണ്ട് എന്നുള്ളത്. ഫസ്റ്റിലെ ബേജാറായി ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നതിന് പകരം ഒന്ന് നോക്കുന്നുണ്ട്. അപ്പം കള്ളനാണ് എങ്കിൽ അവിടെ പെട്ടെന്ന് ഈ ഇമോഷണൽ ബ്രെയിൻ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി വർക്ക് ചെയ്യൂല, പിന്നെ എന്താ ചെയ്യേണ്ടത് നിശ്ചയുണ്ടാവില്ല. അപ്പൊ അതിന് പകരം കള്ളനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ട് എന്താണ് ഇപ്പൊ ചെയ്യാം എന്ന് ആലോചിക്കാനും ഒക്കെ അവിടെ സമയമുണ്ട്. അപ്പൊ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഫസ്റ്റ് എന്നിൽ വരുന്ന തോട്ട്സ് എന്താണോ അതിനനുസരിച്ചിട്ട് ആ ഫീലിങ്സിനനുസരിച്ചിട്ടാണ് ഞാൻ അവിടെ റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ ഏത് കിട്ടുന്ന ഇൻഫർമേഷൻ, പുറത്തു നിന്നും വരുന്ന ഇൻഫർമേഷൻ എന്റെ പ്ലഷർ ഫയലാണോ പെയിൻ ഫയലാണോ ആക്ടിവേറ്റ് ആക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് ഒരു IR വരുന്നത്. ഈ IRനനുസരിച്ചിട്ടാണ് നമ്മുടെ ബിഹേവിയർ അങ്ങ് പുറത്തേക്ക് പോകുന്നത്. ലൈഫിൽ നമ്മൾ ജനിച്ചത് മുതൽ ഇതുവരെ നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഒന്നുകിൽ നമ്മുടെ പെയിൻ ഫയലില് അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്ലഷർ. ഈ ഒരു രണ്ട് ഏരിയയിലേക്കാണ് ഇത് പോവുക. രണ്ട് ഫയലിലാക്കി പ്രത്യേകം വെച്ചു എന്നല്ല, നമുക്ക് കിട്ടുന്ന എല്ലാ എക്സ്പീരിയൻസും ഒന്നുകിൽ ഒരു പെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്ലഷർ ആയിട്ട് നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അപ്പൊ ഇതിൽ ഏതാണ് ഇവിടെ ആക്ടിവേറ്റ് ആകുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഫീലിങ്ങും നമ്മുടെ ഇമോഷൻസും നമ്മുടെ ബിഹേവിയറും എല്ലാം ഉണ്ടാവുന്നത്. അപ്പൊ ഇതില് നമുക്ക് കൺട്രോൾ എവിടെയാണ്? പുറത്തുനിന്നൊരു സ്റ്റിമുലസ് ഉണ്ടാകുന്നു, അവിടെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നതിന്റെ കംപ്ലീറ്റ് ചോയ്സ് എന്റെ കയ്യിലുണ്ട്. കംപ്ലീറ്റ് ചോയ്സ്, ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് എനിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഞാൻ അവെയർ ആണെങ്കിൽ മാത്രമാണ് എനിക്ക് അവിടെ ഒരു ചോയ്സ് ഉണ്ടാവുള്ളൂ. എങ്ങനെയാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ നന്നായിട്ട് ഞാൻ അവെയർ ആണെങ്കിലാണ് എനിക്ക് അവിടെ ഒരു ചോയ്സ് ഉള്ളത്. അവെയർ ആകുമ്പോൾ ഓക്കെ, ഇങ്ങനെ ഇപ്പൊ റെസ്പോണ്ട് ചെയ്യണ്ട, അതിന് പകരം ഇങ്ങനെയാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്ന് നമുക്കൊരു കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ കംപ്ലീറ്റ്ലി നമുക്ക് അതിന് മാനേജ് ചെയ്യാൻ കഴിയും. അല്ല എങ്കിൽ ആ അവയർനെസ് ഇല്ല, ഞാൻ എന്നും ഇങ്ങനെ അങ്ങ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ അത് മാനേജ് ചെയ്യാനുള്ള സ്കിൽസ് ഒന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓൾറെഡി കണ്ടീഷൻഡ് ആയിട്ടുള്ള, ഓൾറെഡി നമ്മൾ എപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ബിഹേവിയർ പാറ്റേൺ ഓട്ടോമാറ്റിക്കലി അങ്ങ് വർക്ക് ചെയ്യും. പുറത്തുള്ള കാര്യങ്ങളിൽ നമുക്ക് കൺട്രോൾ ഇല്ല. നമുക്ക് കൺട്രോൾ ഉള്ളത് എവിടെയാണ്? എന്റെ തോട്ട്സ്, എന്റെ ഫീലിങ്സ്, എന്റെ ഇമോഷൻസ്, എന്റെ ബിഹേവിയർ. ഇതിലെല്ലാം എനിക്ക് കംപ്ലീറ്റ്ലി 100% കൺട്രോൾ എനിക്കുണ്ട്. എന്റെ റിമോട്ട് കൺട്രോൾ, എന്റെ ഇമോഷണൽ റിമോട്ട് കൺട്രോൾ ഞാൻ എന്ത് ചെയ്യരുത്? മറ്റുള്ളവരെ ഏൽപ്പിക്കരുത്.
മറ്റുള്ളവർ ഓരോ കാര്യം ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഞാൻ ചിരിക്കുന്നു, ഞാൻ കരയുന്നു, ഞാൻ പേടിക്കുന്നു, ഞാൻ റിലാക്സ് ആവുന്നു. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്ത് വിലയുള്ളത്? മറ്റുള്ളവർക്ക് എന്നെ എന്തും ചെയ്യിപ്പിക്കാം, എന്നെ കൊണ്ട് കുരങ്ങ് കളിപ്പിക്കാം മറ്റുള്ളവർക്ക്, അല്ലെ? അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. ചിരിക്കലും കരയലും സന്തോഷിക്കലും എല്ലാം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്. പകരം എൻ്റെ ആ ഒരു ഇമോഷണൽ കൺട്രോൾ എൻ്റെ കയ്യിൽ കൊണ്ടുവരണം. ഇതിനായി നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നു, കുറെ സ്കിൽസ് പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ റിമോട്ട് കൺട്രോൾ ഇപ്പൊ ആരിലൊക്കെയാണോ കൊടുത്തിട്ടുള്ളത് അവിടെ നിന്നെല്ലാം കംപ്ലീറ്റ്ലി 100% എൻ്റെ ഇമോഷണൽ റിമോട്ട് കൺട്രോൾ എൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുവരാം.